വിവാഹവേദിയിൽ വരൻ വധുവിന് സീമന്തത്തിലകം അണിയിച്ചു കൊടുക്കാറുണ്ട്. എന്തിനാണ് സീമന്തത്തിലകം അണിയുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു ധർമ്മപത്നി നിത്യേന സീമന്തത്തിലകം അണിയുകയും ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും പല മറുപടികളാണ് പറയുന്നത്. ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് ഇതൊക്കെയാണ് പറയുന്നത്. ഭർത്താവ് ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാൻ അത് ഒക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സീമന്തം? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സീമന്തം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സീമ എന്നാൽ പരിധി, അതിർത്തി എന്നാണ്. എന്തിൻ്റെ പരിധിയാണ്? വിവാഹിതയായ ഒരു ധർമ്മപത്നിക്ക് ഒരു പരിധിയുണ്ട് ജീവിതത്തിൽ. അത് സാമാന്യ നിയമമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വിവാഹത്തോടനുബന്ധമായി നമ്മുടെ ഈ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിന് സഹസ്രാര പത്മം എന്നാണ് പറയുന്നത്. സഹസ്രാര പത്മത്തിൽ 4 വിരൽ മുമ്പോട്ടളന്നാൽ കിട്ടുന്ന സ്ഥലമാണ് സഹസ്രാര പത്മത്തിൻ്റെ സീമന്തം. അവിടെ ഈ സീമന്തത്തിലകം തൊടുന്നതോടുകൂടി ഈ സഹസ്രാര പത്മത്തിൽ ശിവശക്തി സംയോഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആധ്യാത്മികമായി ബോധ്യപ്പെടുത്തുന്നു. 2, ഒരു പുരുഷനാൽ തൻ്റെ കന്യകാത്വം ഭേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭൗതികമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് സീമന്തത്തിലകത്തിൻ്റെ മഹത്വം. സീമന്തത്തിലകം ചാർത്തിയ ഒരു ധർമ്മപത്നിയെ സമൂഹം കാണേണ്ടത് എങ്ങനെയാണ്? മാതാവായിട്ടാണ്. അതുകൊണ്ടാണ് മാതൃശക്തി പ്രണേതാരം വന്ദേഹം ജഗന്മാതരം എന്ന് നമ്മളൊക്കെ ജപിക്കുന്നത്. എല്ലാ അമ്മമാരെയും എല്ലാ സ്ത്രീകളെയും അമ്മമാരായി കാണണമെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.